അഭിനയ രംഗത്തും ലളിതഗാന രംഗത്തും പ്രസിദ്ധനായ ബുധനൂർ ജയനാരായണൻ എന്ന ജനനാണ് ഇന്ന് നമസ്തയിൽ നമ്മുടെ അതിഥി. ജനൻ, നമസ്തയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് അഭിനയ രംഗത്ത് നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. താങ്കളുടെ ഈ ഒരു അഭിനയ രംഗത്തെ താങ്കളുടെ ആ ഒരു വരവും ഇപ്പോഴുള്ള മുന്നോട്ടുള്ള പോക്കും അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. തീർച്ചയായിട്ടും. ആദ്യമായിട്ട് ഞാൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിന് മുമ്പ്, അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ്, എനിക്ക് ഇപ്പോൾ ജയ്ഹിന്ദിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു അവസരം ഉണ്ടായത് തന്നെ ഒരു വലിയൊരു അംഗീകാരം. നമ്മൾ വളരെ ചെറിയ കോൺട്രിബ്യൂഷൻസാണ് ഇതിനകത്ത് നടത്തിയിരിക്കുന്നതെങ്കിലും ഇതൊരു വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാനത് കാണുന്നത്. ആദ്യമായിട്ട് ഞാനത് സൂചിപ്പിക്കാനാഗ്രഹിക്കും. പിന്നെ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ, അഭിനയ രംഗത്ത് വരണമെന്നും അതിനകത്ത് എന്തെങ്കിലും നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്യണമെന്നുള്ളൊരു താല്പര്യം നമ്മുടെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നിട്ട് എൻ്റെ വിദ്യാഭ്യാസ കാലത്ത്, അതായത് കോളേജ് പഠനകാലത്ത്, എൻ്റെ സ്വന്തം സ്വദേശം ചെങ്ങന്നൂരിനടുത്തുള്ള ബുധനൂർ എന്ന് പറയുന്ന സ്ഥലം, ഗ്രാമപ്രദേശമാണ്, അവിടെയാണ്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ കോളേജ് പഠന സമയത്ത്, അതായത് 1990-ലാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ നടക്കുമ്പോൾ ഈ നാടക സംബന്ധിയായിട്ടുള്ള ഒരു ആവേശത്തിൻ്റെ പുറത്ത് നടക്കുമ്പോൾ ഒരു പുസ്തകം, ഇങ്ങനെ ഈ പുസ്തകം വായനക്കാരനെ തേടി വരികയാണെന്ന് പറയുന്നത് പോലെ, ഇപ്പോൾ വായനക്കാരൻ പുസ്തകത്തെ തരില്ല, പുസ്തകം വായനക്കാരനെ തേടി എന്ന് പറഞ്ഞാൽ അവിചാരിതമായൊരു പുസ്തകം എനിക്ക് ലഭിച്ചു. എൻ്റെ ഒരു ഗുരുനാഥനായ R.R. വർമ്മ എന്ന് പറയുന്ന അദ്ദേഹമാണ് എനിക്ക് ഈ പുസ്തകം തരുന്നത്. എൻ്റെ ഈ രംഗത്തെ ഒരു താല്പര്യം മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഈ പുസ്തകം എനിക്ക് കഴിയുന്നത്. അപ്പോൾ ആ പുസ്തകത്തിന് മറ്റൊന്നുമല്ല, സൗപർണിക എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ സൗപർണിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ സാഹിത്യ നിരൂപകനും നടനും ചലച്ചിത്ര താരമൊക്കെ ആയിരുന്ന R. നരേന്ദ്രപ്രസാദ് സാറിൻ്റെ സൗപർണിക എന്ന് പറയുന്ന വളരെ പ്രശസ്തമായൊരു പുസ്തകമായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് എനിക്ക് ഈ പുസ്തകത്തിൻ്റെ എന്താണ് അതിൻ്റെ മൂല്യമൊന്നും അറിയില്ല. പക്ഷെ അതിൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നത്തെ നമ്മുടെ പ്രശസ്തരായ കൈതപ്പുറവും ഭരത് മുരളി അവരൊക്കെ അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തായിട്ട് അതിൻ്റെ ക്രെഡിറ്റ് ലൈൻസിൽ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആ പുസ്തകം ഞാൻ വളരെ താല്പര്യപൂർവ്വം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അപ്പം അറിയാമല്ലോ, ഒരു വിദ്യാഭ്യാസ കാലത്തെ ഒരു ടീനേജ് ലെവലിലുള്ള ഒരു പയ്യനെ സംബന്ധിച്ചിടത്തോളം അപ്പം എന്തെങ്കിലും ചെയ്യാം. അപ്പം ഞാനിത് വളരെ മറിച്ചു നോക്കി. പല നാടകങ്ങളും അതിനകത്ത് വെള്ളിയാഴ്ച എന്ന് പറയുന്നൊരു നാടകമുണ്ട്, സൗപർണിക എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങനെ നോക്കിയപ്പോൾ അതിനകത്തൊരു വളരെ സ്ട്രൈക്ക് ചെയ്ത ഒരു നാടകമുണ്ട്. അത് മറ്റൊന്നുമല്ല, ആ നാടകത്തിൻ്റെ പേര് മാർത്താണ്ഡവർമ്മ എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. ആ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ആകർഷിക്കാനുള്ളൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നടനെ സംബന്ധിച്ചിടത്തോളം രംഗത്ത് പെർഫോം ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകൾ, അതിൻ്റെ സാഹിത്യ സംബന്ധമായിട്ടുള്ള അതിൻ്റെ ഡയലോഗ്സിലായാലും അതിൻ്റെ ഭാവാഭിനയത്തിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് സാധ്യതകൾ ഉള്ള ഒരു നാടകമായിരുന്നു അത്. അപ്പം ഞാനിത് വളരെ എൻ്റെ ഏകാന്തമായ സമയങ്ങളിൽ ഞാനിത് വളരെയധികം വായിച്ച് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയും, ഇതപ്പോൾ എനിക്ക് വളരെ ഈ നാടകം എൻ്റെ ഉള്ളിൽ കിടന്ന് അങ്ങനെ വളരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ഇതെങ്ങനെയെങ്കിലും ഒന്ന് രംഗത്ത് കൊണ്ടുവരണം. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്തെ മുഖ്യവേഷം ദൈവം എന്ന് പറയുന്നൊരു വേഷമാണ് മുഖ്യവേഷം. അപ്പോൾ ആ ദൈവം ഒരു മൂകസാക്ഷിയായിട്ട് നിൽക്കുന്ന, ഈ മാർത്താണ്ഡവർമ്മയുടെ രക്ഷപ്പെടലിനും ഒക്കെ മൂകസാക്ഷിയായി നിൽക്കുന്ന ദൈവം, ആ ദൈവം എന്നുള്ള ക്യാരക്ടർ രംഗത്ത് അവതരിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. ഞാനിത് ഇങ്ങനെ വായിച്ചിട്ട് അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ കൂടെ നാട്ടുമ്പുറത്തുള്ള കൂട്ടിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് തന്നെ ഞങ്ങളുടെ നാട്ടിൻപുറത്തൊരു നാടക മത്സരത്തിന്, അവിടെ പ്രാദേശികമായി സംഘടിപ്പിച്ചിട്ടുള്ള നാടക മത്സരത്തിനാണ് ആദ്യമായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ആ നാടക പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ നാടകം വളരെയധികം എന്നെ സ്വാധീനിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റിയ കഥാപാത്രത്തെ. അപ്പം ഈ നാടകം ഞാൻ രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കാണികളുടെ പ്രതികരണങ്ങൾ അപ്പോഴപ്പോഴും അറിയാം. നമ്മളുടെ ആ ഡയലോഗ് പ്രസൻറ്റേഷൻ അനുസരിച്ച് അവരെ അതായത് ഒരു രസച്ചാടൽ നമ്മൾ ബന്ധിച്ച് നമ്മളുടെ കയ്യിൽ ഒരു കുതിരയുടെ കടിഞ്ഞാൻ എന്ന പോലെ ജനക്കൂട്ടത്തിന്. അപ്പോൾ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം, ആദ്യത്തെ ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ അത് നല്ലപോലെ സംവേദിക്കുന്നു, ജനങ്ങളുമായിട്ട് സംവേദിക്കുന്നു. എനിക്ക് അപ്പോൾ തന്നെ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായി. പക്ഷെ അതിനകത്ത് ഒരു ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഈ വിധി പ്രഖ്യാപിച്ചപ്പോൾ ഈ നാടകത്തിന് യാതൊരു പരിഗണനകളോ അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസിന് യാതൊരു പരിഗണനയും ഉണ്ടായിട്ടില്ല. ഒരു 15 വർഷം മുമ്പുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ എൻ്റെ ഈ പെർഫോമൻസ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അവരുടെ പ്രതികരണത്തിൽ ഈ നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ പേരെടുത്ത് പറഞ്ഞു അവൻ്റെ ഈ പെർഫോമൻസ് കൊള്ളാമായിരുന്നു പലരും ഇങ്ങനെ പറയുന്നു എനിക്ക് കേൾക്കാൻ പറ്റിയപ്പോൾ ഓൺ ദി സ്പോട്ടായിട്ട്. പക്ഷെ എന്തുകൊണ്ടോ അതിനകത്ത് ഒരു ഇന്നർ പൊളിറ്റിക്സ് എന്തെങ്കിലും കടന്നു വന്ന് കാണാമായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ പ്രമുഖനായ ഒരു കവി ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ വളർത്തുന്നത് പുരസ്കാരങ്ങളല്ല തിരസ്കാരങ്ങളാണെന്ന്. അങ്ങനെ ഒരു കൊട്ടേഷൻ അപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചപ്പോൾ മനസ്സിലായി എനിക്ക് ഉണ്ടായ അനുഭവങ്ങളുമായിട്ട് ഞാൻ കൂടുതൽ ദൂരമൊന്നും സഞ്ചരിച്ചിട്ടില്ലെങ്കിലും അന്നത്തെ ആ സംഭവം എനിക്ക് വളരെ എൻ്റെ മനസ്സിനെ ഒരു സ്വാധീനിക്കുകയും എനിക്ക് കുറച്ച് ദൂരമെങ്കിലുമൊക്കെ ഒന്ന് പിച്ചു വയ്ക്കാനായിട്ട് ഈ രംഗത്ത് ഞാൻ കൂടുതലായിട്ട് ഒരു നടനായിട്ട് ഒന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് ഒരു 14ഓളം സീരിയൽസിൽ ചെറിയ ചെറിയ വേഷങ്ങൾ എൻ്റെതായ ശ്രമഫലമാണ് അതുണ്ടാക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഈ സീരിയൽ രംഗത്ത് ടെലിവിഷൻ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞു വന്നതെന്ന് മനസ്സിലാവുന്നത്. പ്രധാനമായിട്ടുള്ള എങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് കൂടുതൽ താല്പര്യം? അത് വളരെ ഒരു രസകരമായ വിഷയമാണ്. എന്ന് വെച്ചാൽ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം വേഷം കിട്ടിയെല്ലാം ആടുക, അത് ഇന്ന ഒരു റോളെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പം സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഇണങ്ങിയ ഒരു കുപ്പായം തയ്ച്ച് പ്രകടിപ്പിക്കുക നമുക്ക് അതാണ് ഒരു നടൻ ചെയ്യേണ്ടത് എന്നുള്ള അഭിപ്രായമല്ല എനിക്ക്. ഇപ്പം നമ്മളൊരു ക്യാരക്ടർ എന്ത് കിട്ടുക അതിലേക്ക് നമ്മൾ ഇറങ്ങി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള വിഷയം. ഇപ്പോൾ പല ആളുകളും അഭിനയിക്കാൻ വരുന്നു. പക്ഷേ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടുത്ത കാലത്ത് ഞാൻ രഹസ്യം എന്ന് പറയുന്ന ഒരു സീരിയൽ പ്രമുഖനായ ഡോക്ടർ എസ് ജനാർദ്ദൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് സംവിധാനം ചെയ്തത്. അദ്ദേഹം എനിക്ക് വളരെയധികം ഒരു വേണ്ടപ്പെട്ടൊരു മനുഷ്യൻ കൂടെയാണ്. അപ്പം അദ്ദേഹം ചെയ്യുന്ന ഒരു സീരിയൽ ഞാൻ ആളുകളുടെ പേരെടുത്ത് പറയുന്നത് ശരിയല്ല എങ്കിൽ തന്നെയും അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയണം. അപ്പോൾ ഈ സൂക്ഷ്മാംശം എന്ന് പറഞ്ഞാൽ അതായത് ഒരു ക്യാരക്ടർ നമ്മൾ എൻ്റർ ചെയ്യണം. അപ്പോൾ ഡോർ തുറന്ന് എൻ്റർ ചെയ്യാണ്. അപ്പം ഒരു പ്രത്യേക സീൻ, അതായത് അയാളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സീൻ കാണാനാണ് കാണുന്നതിനാണ് ഈ ഡോർ തുറന്ന് വരുന്നത്. പക്ഷേ പല അഭിനേതാക്കളും ഞാൻ ഈ പല ആളുകൾ ശ്രദ്ധിച്ചിരിക്കുന്നുള്ളത് ഈ ഡോർ തുറന്ന് വരുമ്പോഴേ അവർ ഇത് നേരത്തെ കണ്ടു എന്നുള്ള മട്ടിൽ ഞെട്ടുന്ന അതല്ല, ഇവരിത് അറിയുന്നില്ല ഇതെന്താ സംഭവിക്കുന്നത്. ഡോർ തുറന്നു എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ അവിടെ എല്ലാം സൂക്ഷ്മാംശം പ്രകടമാക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അതിലൂടെയാണ് നമ്മൾക്കൊരു വ്യതിരിക്തമായൊരു നടന പ്രകാശം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇളയ വിശ്വാസം. അതെ. ഇപ്പൊ സീരിയൽ രംഗത്തും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു. സിനിമാ രംഗത്തേക്ക് എന്തെങ്കിലും? തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചോ ഒരു ഫിനിഷിംഗ് പോയിന്റ് സിനിമ എന്നുള്ള ഒരു കലാവ്യാപാരമായിട്ട് സംബന്ധിച്ച് വർക്ക് ചെയ്യുന്നതുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കൊരു പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്നെ അറിയാത്ത പല വ്യക്തികൾ പോലും എനിക്ക് അവരോട് ഒരു നന്ദി പ്രകാശനത്തിലുള്ള വേദി കൂടിയാണ് ഈ നമസ്തേ പരിപാടിയെ കാണുകയാണ്. എന്ന് വെച്ചാൽ എന്നെ അറിയാത്ത ആളുകൾ പോലും എന്നെ പ്രൊമോട്ട് ചെയ്യാൻ പല മീഡിയാസ്, ഈ പ്രിന്റ് മീഡിയാസിലുള്ള അങ്ങനെ പല മലയാളത്തിലെ പ്രമുഖമായിട്ടുള്ള മാസികകളിൽ നമ്മളെപ്പറ്റി ചെറിയ ഇത് വരികയും സിനിമാ രംഗത്ത് നിന്നും അന്വേഷണങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമാ രംഗത്ത് നമ്മൾ വരികയാണെങ്കിൽ ഒരു നല്ല എൻട്രി ലഭിക്കണം, ഇല്ലെങ്കിൽ അതിനകത്ത് പോകുന്നതിൽ വലിയ അർത്ഥമില്ല. എന്ന് വെച്ചാൽ അപ്പം ഇങ്ങനെ ഒരു സംവിധായകൻ്റെ അസോസിയേറ്റ് ആണെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് ഈ പറഞ്ഞ കഥ കേൾക്കാനായിട്ട് വരുമോ. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ എൻ്റെ ക്യാരക്ടറിനെ പറ്റി തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ക്യാരക്ടറായിരുന്നു. അതുകൊണ്ട് ഞാനത് തൽക്കാലം സ്നേഹപൂർവ്വം നിരസിക്കാനുണ്ട്. ഈ നേരത്തെ ഈ അമച്വർ നാടകരംഗത്ത് കൂടുതൽ അങ്ങനെ ഒരു താല്പര്യം പറയുകയുണ്ടായി. പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് പിന്നെ കൂടുതൽ ശ്രദ്ധ ചെലുത്താതിരിക്കാൻ ഇത് രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ട് കൈവഴിയാണ്. എന്നുവെച്ചാൽ നമ്മൾ അമച്വർ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രംഗത്തോടുള്ള ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ ഒരു പ്രത്യേക മമതയുടെ പേരിൽ ഒന്നാണ്. പ്രൊഫഷണൽ നാടകരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തട്ടകം വേറെയാണ്. അപ്പോൾ ഈ അമേച്വർ നാടകരംഗത്ത് കലാപരമായ പരീക്ഷണങ്ങൾക്കും സാഹസികമായ സർഗാത്മകതാന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്ന് പറയുന്ന ഇതിന് ഒരു മേഖല. അപ്പം നമ്മളുടെ താല്പര്യം മാത്രമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇത് നമ്മളുടെ പണം അങ്ങോട്ട് ചെലവാക്കിയിട്ട്
അത് പഠിക്കുന്ന കാലങ്ങളിലാണ്. പക്ഷെ ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ ഈ ക്ഷീണം മാത്രം വൈകുന്നേരം പറ്റി കഴിയുമ്പോഴത്തേക്ക്. പക്ഷെ ആ ക്ഷീണത്തിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സംതൃപ്തി. എന്താണെന്നറിയില്ല, നമ്മൾ ഈ ഓർഗനൈസർ നമ്മളാണ്, നടന്മാർ വരില്ല സമയത്ത്, ആത്മാവിഷ്കാരം എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ ലൈഫിന് മുമ്പിൽ നമുക്ക് അത് മാത്രം പറ്റില്ലല്ലോ. ഇപ്പൊ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ പ്രൊഫഷണൽ നാടകരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ സൈഡാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. മാത്രമല്ല, പിന്നെ ജീവിതം മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ തൊഴിൽപരമായ വേറെ മേഖലകൾ കാണുകയും അതിൻ്റെ ഒപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാണ് കൂടുതൽ സേഫ്. എന്ന് വെച്ചാൽ ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മലയാളത്തിലെ പ്രമുഖനായ നടൻ ഈ ശ്രീ ജഗദീഷ് സാറിൻ്റെ കൂടെ എനിക്കൊരു സീരിയൽ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം എൻ്റെ വേഷം കണ്ടിട്ടൊരു പേഴ്സണൽ അപ്രീസിയേഷൻ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ടാണ്. ഈ മാധ്യമത്തിലേക്ക് വരുന്ന ആളുകൾക്കൊരു ഗുണപാഠം എന്നുള്ള നിലയിൽ എന്ന് വെച്ചാൽ 30 പേര് മാത്രമേ മലയാള സിനിമയിൽ സിനിമ എന്ന് പറഞ്ഞു വന്നിട്ട് രക്ഷപ്പെട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ 30 പേർ മാത്രമേ അവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇതുള്ളൂ, സ്പേസ് ഉള്ളൂ. അപ്പൊ ബാക്കി എത്രയോ ആളുകൾ ഇങ്ങനെ കാലാകാലങ്ങളിൽ വന്നു പോയി പോകുന്നു. അപ്പൊ ഈ നിങ്ങൾ പുള്ളി പറഞ്ഞിരിക്കുന്നത് ഒരു ഉപദേശം എന്നുള്ള നിലയിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടേതായ ഒരു ജോബ് കണ്ടെത്തൂ, എന്നിട്ട് നിങ്ങളുടെ ഒപ്പം. അപ്പൊ പുള്ളി ഒരു അധ്യാപകനായിരുന്നത്. അപ്പൊ പുള്ളി ഒരു അധ്യാപകനായിട്ട് ഇതിൽ വന്നതുകൊണ്ട് പുള്ളി ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാണ്. എന്ന് പറഞ്ഞതുപോലെ എനിക്കും അത് വളരെ ഇതായിട്ട് തോന്നുന്നു. എന്ന് വെച്ചാൽ ഞാൻ 14 സീരിയൽസിലാണ് പല കാലങ്ങളിലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 15 വർഷമായി 14 സീരിയൽ. അപ്പോൾ ഒരു വർഷത്തിലൊരു അപ്പൊ അത്രയും ഇടവേള വരുന്നുണ്ട്. അപ്പം എനിക്ക് പ്രൊഫഷൻ ആക്കണം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പ്രാക്ടിക്കലായിട്ട് ഞാൻ ഈ ഫീൽഡിൽ വന്നപ്പോഴത്തേക്ക് ഇത് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരുടെ പല ഘടകങ്ങളാണല്ലോ ഇത്. അപ്പൊ ആ ഘടകങ്ങളെല്ലാം ഒത്തുവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഒരു നടനായ നിലയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പൊ നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ നല്ലൊരു ക്യാരക്ടർ വരാൻ ആരെങ്കിലും തയ്യാറാകണം, അല്ലെങ്കിൽ നമ്മൾ അതിലൊരു വിശ്വാസം വരണം. അപ്പം അങ്ങനെയൊക്കെ പല ഘടകങ്ങളുണ്ടല്ലോ ഇതിൽ. അല്ല, നമുക്കിനി അഭിനയത്തിൽ നിന്ന് പാട്ടിലേക്ക് പോകാൻ തോന്നുന്നു. തീർച്ചയായിട്ടും ഈ ലളിതഗാനം കൂടുതൽ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അഞ്ചിലധികം ലളിതഗാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് പാടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു ലളിതഗാന രംഗത്തെ ആ ഒരു എക്സ്പീരിയൻസ് അത് പറയാം. 5ലധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5ഓളം ലളിതഗാനങ്ങൾ AR നമ്മളുടേതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ എഴുതിയിട്ടുണ്ട് പല കാലങ്ങളിലും. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ സാഹിത്യ മൂല്യമോ അതൊന്നും ഞാൻ സ്വയം വിലയിരുത്തുക, അത് പുകഴ്ത്തി പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇത് എഴുത്ത് എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂട്ടിക്കുഴയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു കവി എന്നുള്ള നിലയിൽ എനിക്ക് ഒരു സ്ഥിരപ്രതിഷ്ഠ നേടണമെന്നോ അല്ലെങ്കിൽ സാഹിത്യ മണ്ഡലത്തിൽ അങ്ങനെയൊന്നും ഇല്ല. ഇതൊരു സ്വകാര്യമായ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അല്ല, ഒരു കലാകാരൻ പല മേഖലയിലും അതെ. പിന്നെ നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചെണ്ടക്കാരൻ ചെണ്ട അടിക്കുക, ഇപ്പൊ ചെണ്ട കൊട്ടാൻ അഭ്യസിക്കണമെന്നില്ല, പക്ഷെ ചെണ്ടക്കാരന്റെ എങ്ങനെയാണ് ശരീരഭാഷ എന്താണെന്ന് ഒരു നടൻ അറിഞ്ഞിരിക്കണമെന്നല്ല. എന്ന് പറഞ്ഞതുപോലെ പല മേഖലകളിലെ എന്താണ് ആക്ടിവിറ്റീസ്, ഇപ്പം ഒരു അവതാരകന്റെ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഇതെല്ലാം ഒരു സമഗ്രതയാണ്. ഇതൊരു നമ്മളുടെ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആയിരിക്കണം. വലിയൊരു മീനിങ് ആണ് അതിന്റെ പുറകിൽ അറിവുള്ളവർ പറയുന്നത്. നമ്മളിതൊന്നും അല്ല, പക്ഷെ എന്തൊക്കെയോ നമ്മൾക്ക് ഈ ലോകത്ത് നമ്മളിവിടെ വന്നു എന്തൊക്കെയോ കാണിച്ച് ജീവിക്കണം. ഈ പറഞ്ഞതുപോലെ ഈ ജനങ്ങളിൽ ഈ വിമലീകരണം എന്ന് പറയുന്നൊരു, അതായത് ജനങ്ങള് പിന്നെ സാംസ്കാരികമായിട്ട് നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉയർത്ത് അങ്ങനെ ഒന്നും വലിയായിട്ട് നാടക ചരിത്രത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ വിപ്ലവത്തിന്റെ ചരിത്രമായിട്ടൊക്കെ വെറുതെ കല ഒരുപാട് പ്രസക്തി ഉണ്ടെന്ന് പറയുമെങ്കിലും നമുക്കിപ്പോൾ അതിനുള്ള ഇതൊന്നുമില്ല. എങ്കിലും ഒരു നന്മ പ്രസരിപ്പിക്കുക എന്നുള്ളതിന്റെ ഒരു വലിയൊരു ഒരു ഘടകം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പറഞ്ഞ ഇപ്പൊ ലളിതഗാനത്തെ കുറിച്ചാണ് നമ്മൾ അതില് ഏതൊക്കെ ആണ് രചിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. ഈ ഓണം, വിഷു, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏതൊരു മലയാളിയെ സംബന്ധിച്ച് നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഓർമ്മകളല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും ആ സംബന്ധമായിട്ടുള്ള ഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അല്ലാതെ പൊതുവായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഈ പ്രകൃതി, അതുപോലെ വിരഹം, പ്രണയം, അതുപോലുള്ള സംഭവങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പം പല കാലങ്ങളിൽ എഴുതി ചുമ്മാ ഇരിക്കുമ്പോഴിങ്ങനെ അയക്കും. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതങ്ങനെ ഇല്ല. പക്ഷെ ഒരു കാലത്ത് ഞാനിതൊരു ക്രൈസായിട്ട് ഇത് ചെയ്തിരുന്നു.
അപ്പം ഈ പറഞ്ഞ പോലെ അതിനും ഈ പറഞ്ഞ പോലെ പാണ്ഡിത്യവും പദപരിചയവും ഒക്കെ അല്ലെങ്കിൽ നിരന്തരമായ ഒരു എഴുത്തും വായനയും വ്യായാമവും അതിൻ്റെ ഭാഗമായിട്ട് നടത്തേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ അതെല്ലാം കൂടെ പ്രത്യേകിച്ച് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ലോകജ്ഞാനം ഇതിനൊരു വലിയൊരു ഘടകമാണ്. അപ്പോൾ മാത്രമല്ല ഈ അറിവ്, അപ്പോൾ അറിവ് നല്ലപോലെ നേടിയെങ്കിൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൂ. അപ്പം നമ്മളുടെ ആ രീതിയിലുള്ള നമ്മളുടെ ഒരു പരിമിതി നമ്മൾ സ്വയം മനസ്സിലാക്കുകയും കൂടെ വേണം. അത് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഒരു ഗാനം കേൾക്കാൻ എന്തായാലും ഒരു താല്പര്യമുണ്ട്. ഗാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സംഗീതം ഇതിലൊന്നും ഇതല്ല, പക്ഷെ ഗാനം എന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു കവിത ആകാം എന്ന് വെച്ചാൽ കവിത ചൊല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ജയ്ഹിന്ദിലൂടെ ഈ നമ്മുടെ പ്രഭാത പരിപാടിയിലേക്ക് ചൊല്ലുന്ന ഒരു നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കവിതയിലേക്ക് വരാനുള്ള ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുകൂടെ പറഞ്ഞെങ്കിൽ ഈ കവിതയിലേക്ക് ഒരു എൻട്രി. അതെ, തീർച്ചയായും. അപ്പോൾ ഈ കവിതയിലേക്ക് വരാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ മാനസിക മണ്ഡലത്തിൽ നിന്നും ഉറവെടുക്കുന്നതാണ് സ്നേഹം. കേവലം ഒരു വികാരം മാത്രമല്ലത്. ക്ഷണം തോറും നമ്മൾ സ്വീകരിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ട ശക്തിവിശേഷമാണ്. ജീവന്റെ ഓരോ അംശങ്ങളെയും സ്വാധീനിക്കുവാനുള്ള കഴിവ് സ്നേഹത്തിനുണ്ട്. ബാങ്കോക്കിലെ തൻ്റെ സർവകലാശാല വിദ്യാർത്ഥികളോടൊപ്പം നടത്തിയ ഒരു പരീക്ഷണത്തിലൂടെ ആർത്തോങ് ജുംസായ് എന്ന അധ്യാപകൻ സ്നേഹവും സ്നേഹരാഹിത്യവും എല്ലാ ജീവജാലങ്ങളെയും സ്വാധീനിക്കുന്നുവെന്ന് ഒരു പരീക്ഷണത്തിലൂടെ തെളിയിക്കുകയുണ്ടായി. അതിന് അദ്ദേഹം പൂച്ചെടികളെയാണ് ഉപയോഗപ്പെടുത്തിയത്. സ്നേഹപൂർണമായ പരിചരണങ്ങളും ശുഭചിന്തയും സർവോപരി സാന്ദ്രമായ പ്രാർത്ഥനകളാലും പരിപാലിക്കപ്പെട്ട ചെടികൾ വളരെ വേഗത്തിൽ വളർന്ന് ഐശ്വര്യത്തിന്റെ മഞ്ഞ നിറമുള്ള പൂക്കളുമേന്തി നിന്നു. ഞാനിപ്പോൾ ഇത് കാണാതെ പിടിച്ചു പറഞ്ഞ പോലെ പറഞ്ഞു. ഇത് എൻ്റെ കോൺട്രിബ്യൂഷൻ. ഞാനൊരു മാസികയിൽ വായിച്ച കാര്യമാണ് ഞാനിത് പറയുന്നത്. ഇത് ഈ പറഞ്ഞതൊന്നും എൻ്റെ വേർഡല്ല. അതിൽ വായിച്ച് ഞാൻ അതുപോലെ കാണാപ്പാടം പഠിച്ചു പറഞ്ഞു. ഇതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു, ഞാനിതിങ്ങനെ വായിക്കുകയും ഞാൻ ഈ കവിതയിലേക്ക് വരികയാണ്. ഞാനിങ്ങനെ വീടിന് മുമ്പിൽ കിടന്നിട്ട് വായിച്ചിട്ട് ഇപ്പൊ മഞ്ഞ നിറമുള്ള പൂക്കളും ഇത് നിന്നു എന്നാണ് പറയുന്നത്. ഞാനിങ്ങനെ വായിച്ചിട്ട് കണ്ണെടുത്ത് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് മുറ്റത്ത് നമ്മളൊരു ചെടി നട്ടിരുന്നു. അപ്പൊ അതിനകത്ത് ഇങ്ങനെ മഞ്ഞപ്പൂക്കള് വിടർന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അനുഭവം പോലെ തോന്നി. ഞാനിത് വായിക്കുകയും ഞാനിങ്ങനെ നോക്കുകയും ചെയ്തപ്പോഴത്തേക്ക് അത് വല്ലാത്ത. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഇത് ഭയങ്കരമാണുള്ളൊരു പല കാലത്തിലുള്ള കവികൾ പറഞ്ഞിട്ടുണ്ട് സ്നേഹമാണ് കിലസാരം മൊഴിയിൽ. ഇത് പഴയ സബ്ജക്റ്റ് തന്നെയാണ്, പക്ഷെ എനിക്ക് വളരെ ഒരു സ്വാധീനം തോന്നുകയും ചെയ്തു. അപ്പം നമ്മൾ സ്നേഹപൂർവ്വം പൂക്കൾ തന്നെയാണ് നമ്മൾ കൈമാറുന്നത് സ്നേഹത്തിന്റെ പ്രതീകമായിട്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരുപാട് ഐഡിയാസ് അതിനകത്തുനിന്ന് വരാൻ തുടങ്ങി. ഈ സ്നേഹം കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ, സ്നേഹത്തിന്റെ പ്രതീകമാണ് പൂക്കൾ. അപ്പം ആ രീതിയിലേക്ക് ഇങ്ങനെ കടന്നു വരികയും എനിക്ക് ഇതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കവിത ആക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനൊരു ഒരു സബ്ജക്റ്റ് വെച്ചൊരു കവിത. ആ കവിതയുടെ പേര് പൂവുകൾ ചൊല്ലുന്ന സ്നേഹഗീതം. അപ്പോൾ ആ സ്നേഹഗീതം എന്താണെന്ന് നമ്മൾ കേൾക്കുന്ന ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനത് ചൊല്ലാം. പൂവുകൾ ചൊല്ലുന്ന സ്നേഹഗീതം. ഉറയുന്ന സ്നേഹസ്വരൂപങ്ങളായി വീണ്ടും ഉണരുന്നു പൂവുകൾ ചിരിയോടെ ചില്ലയിൽ. ഉറയുന്ന സ്നേഹസ്വരൂപങ്ങളായി വീണ്ടും ഉണരുന്നു പൂവുകൾ ചിരിയോടെ ചില്ലയിൽ. തളരുന്ന പകലിന്റെ തത്വമാം ഹൃദയത്തോടിനിയും പ്രഭാതങ്ങൾ പുലരുമെന്നോതുന്നു. ഉറയുന്ന സ്നേഹസ്വരൂപങ്ങളായി വീണ്ടും ഉണരുന്നു പൂവുകൾ ചിരിയോടെ ചില്ലയിൽ. തളരുന്ന പകലിന്റെ തപ്തമാം ഹൃദയത്തോടിനിയും പ്രഭാതങ്ങൾ പുലരുമെന്നോതുന്നു. ദലമർമരങ്ങളായി മാറുന്ന വാക്കുകൾ കാലമേ നിൻമൂക ഗർഭത്തിലാണ്ടുവോ. കിട്ടാത്ത സൗഗന്ധികങ്ങൾ കുഴേറുന്ന കെട്ടുകഥകളിൽ കാലം കുടുങ്ങിയോ. വ്യാമോഹചിത്തരായി മാറ്റുവാൻ മാത്രമോ മോഹനസൂനങ്ങൾ വാരിയെറിഞ്ഞു നീ. വേണ്ട നിൻഗൂഢസ്മിതങ്ങളിൽ വീഴില്ല വിഭ്രാന്ത വേഷങ്ങളാടുന്ന കാലമീ. വിദ്വേഷധൂളി ഉയർത്തുന്ന ശാലകൾ ചിത്തഭ്രമം തീർത്ത സംക്രമാസന്ധിയിൽ ചിരിയും സുഗന്ധവും ഇരുകൈയിലെന്തിനി
പ്രതിരോധം തീർത്തൊരു പോരാളിയാകയോ? തുളവീണ ധർമ്മത്തിൻ നൗകയിൽ ഞാൻ മൂകമുരുകുമ്പോൾ, വ്യർത്ഥമായ അലമുറ തീർക്കുമ്പോൾ, പരിഹാസമോടെ ചിരിക്കയോ നീ നിന്റെ സ്വതസിദ്ധ സൗമ്യമാം ഭാവത്തനീമയിൽ. എല്ലാ പ്രഭാതങ്ങളിലും, അതായത് എല്ലാ പ്രഭാതങ്ങളിലും ഉണരുന്ന ഈ പൂക്കൾ നമ്മളോട് പറയുന്ന ഒരു മെസ്സേജ്. കൂടുതൽ കവിതകൾ കേൾക്കണമെന്ന് താല്പര്യപ്പെട്ട, പക്ഷേ നമ്മുടെ സമയം അത് അനുവദിക്കുന്നില്ല. എന്തായാലും നമുക്ക് കുടുംബ പശ്ചാത്തലം കൂടി ഒന്ന് സംസാരിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സംസാരം അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. എങ്ങനെയാണ് കുടുംബം എന്ന് പറയുന്നത്? ഞാൻ മാരീഡാണ്. ഭാര്യയുടെ പേര് സേതുലക്ഷ്മി. മക്കള് 2 പേരുണ്ട്. മൂത്താള് ശ്രീലക്ഷ്മിയാണ്, പിന്നെ ഇളയത് ഹരിനാരായണൻ. 2 പേരും പഠിക്കുകയാണ്. ഞാൻ ഒരു 10-15 വർഷമായിട്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. എന്തായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ജയ്ഹിന്ദിനോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് താങ്കൾ കാൽവയ്പ് നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.